ഇപ്പോഴും നമ്മൾ സ്വാദിഷ്ടമായ കടലപ്പായസം അല്ലെങ്കിൽ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ശർക്കര കൂടാതെ ഞാൻ 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉണ്ടാക്കുന്നതിലോട്ട് പോവാം. ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് ശർക്കരപ്പാനിയാണ്. ഇതിപ്പോൾ 1 ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. അര ഗ്ലാസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് ശർക്കരപ്പാനി, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, തനി പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുന്തിരിങ്ങ അരിഞ്ഞ് അണ്ടിപ്പരിപ്പും വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ട് നെയ്ക്കകത്ത് വറുക്കണം. വെളിച്ചെണ്ണയിൽ വറുത്താലും മതി. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1/2 കിലോ കടലപ്പരിപ്പാണ്. ഇത് പായസം വയ്ക്കാനാണ്. അപ്പോൾ കുക്കറിലിട്ട് നകക്ക വെള്ളം ഒഴിച്ച് വേവിക്കാം. അപ്പോൾ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ കടലപ്പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളമെന്ന് പറഞ്ഞാൽ നകക്ക വെള്ളം ഇതുപോലെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് സ്റ്റൗവിലോട്ട് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിനകത്ത് 2 സാധനവും കൂടെ ചേർത്താണ് സ്റ്റൗവിലോട്ട് വെക്കാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ ഇല്ല, എന്നാലും 1/4 ടീസ്പൂണോളം ഉപ്പ്, 1 നുള്ള് ചെറിയ ജീരകം. ഇത് രണ്ടും ഇട്ടാണ് സ്റ്റൗവിലോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിനകത്ത് അണ്ടിപ്പരിപ്പിട്ട് ഇതൊക്കെ നെയ്ക്കകത്ത് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ടിട്ടുണ്ട്, പൊട്ടി തുടങ്ങി. അപ്പോൾ അതിങ്ങോട്ട് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ കടലപ്പരിപ്പ് അവിടെ വെന്ത് കിടപ്പുണ്ട്. ഇനി ഈ മുന്തിരിങ്ങയും കൂടെ വറുത്ത് കോരിയിട്ട് ആ നെയ്യ് ഈ പായസത്തിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ഇവിടെ വെന്തിരിക്കുകയാണ് കുക്കറിൽ നിന്ന്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരങ്ങി ഉടയ്ക്കാം. മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട, നല്ലതുപോലെ പേസ്റ്റ് പോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം ഒന്ന് അരങ്ങി ഉടയ്ക്കുന്നതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ എണ്ണ അവിടെ ഇരിപ്പുണ്ട്. അതല്ലാതെ കുറച്ച് നെയ്യ് ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഈ കടലപ്പരിപ്പ് കോരി ഒഴിക്കാം. ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയല്ല, നെയ്യ്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ഇനി 1/2 ഗ്ലാസ് ശർക്കരപ്പാനി കൂടെ ഉണ്ട്, അതുകൂടെ ഒഴിക്കും. ഒരു മിക്സിയിലടിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കുക. അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് ഇച്ചിരി ചവച്ച് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇത് നല്ല വെന്ത് ഇതെല്ലാം ചേർന്ന് വരുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് പോലെ ആയിക്കോളും. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നത് കുറച്ച് മാത്രം ഒഴിക്കുകയാണ്. ഇത് വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. 1/2 ഗ്ലാസോളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ.
ചവ്വരി ഇടാത്ത പായസമാണിത്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ ഇനി കൂടുതൽ തിളപ്പിക്കുന്നില്ല. അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് തോനെ ഇടുന്നത് കൊണ്ടാണ് ഞാൻ പരിപ്പ് മിക്സിയിൽ അടിക്കാഞ്ഞത്. ഈ തേങ്ങാക്കൊത്ത് ചവയ്ക്കുന്ന കൂട്ടത്തിൽ പരിപ്പ് പാലിട്ട അലിയുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. അത്രത്തോളം കുക്കറി വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാദിഷ്ടമായ കടലപ്രഥമൻ, കടലപ്പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.